അപ്പോൾ നമുക്ക് PYQ പഠിച്ചു തുടങ്ങാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല എന്നാണ് ചോദ്യം കാണിച്ചിരിക്കുന്നത്. അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഭൂതാപനിലയമല്ലാത്തതെന്ന് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് PSCൻ്റെ ഉത്തരം 1ഉം 3ഉം താതപാനിയും പുകയുമാണ്. ശരിക്കും താതപാനിയും പുകയും ഇന്ത്യയിലെ ഭൂതാപനിലയങ്ങളാണ്, ജിയോതെർമൽ പ്ലാന്റ്സ്. പിന്നെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന നറോറ ആണവ നിലയമാണ്. സിംഗ്രൗളി കൽക്കരി ഖനന മേഖലയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചൂട് നീരുറവ് കൂടിയാണ് ഈ താതപാനിയും പുകയും. താതപാനി ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, പുക ലഡാക്കിലാണ്. താതപാനി ഛത്തീസ്ഗഡിലും പുക ലഡാക്കിലുമാണ്. ഇത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചൂട് നീരുറവ് കൂടിയാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറെയും ചൂട് നീരുറവകളുണ്ട് ഇന്ത്യയിൽ. കാംബെ ഗ്രബൻ അത് ഗുജറാത്തിലുള്ളതാണ്. മണികരൻ ഹിമാചൽ പ്രദേശിന് തന്നെ ഉള്ള വേറെ ചൂട് നീരുറവയാണ് ഗിരഗംഗ കസോൾ. അപ്പോൾ മണികരൻ, ഗിരഗംഗ, കസോൾ ഇത് 3ഉം ഹിമാചൽ പ്രദേശിലുള്ള ചൂട് നീരുറവയാണ്. ജാർഖണ്ഡിലുള്ളതാണ് സൂരജ് കുണ്ട്. ലഡാക്കിൽ ചുമതാങ്കൂടി ഉണ്ട്. അപ്പോൾ ലഡാക്കിലാണെന്ന് പറഞ്ഞു നമ്മൾ. പുക ലഡാക്കിലാണ്. അതുകൂടാണ്ട് ചുമതാങ്ങും കൂടിയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടതെന്നാണ്. അതിൽ പാരൻ റോക്ക് കൊടുത്തിട്ടുണ്ട്, രൂപാന്തരപ്പെട്ട പാറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മണൽക്കല്ല് സിസ്റ്റ് അതാണ് തെറ്റ്. മണൽക്കല്ലിൽ നിന്ന് ശരിക്കും ക്വാർട്സൈറ്റാണ് ഫോം ചെയ്യുന്നത്. ക്വാർട്സൈറ്റാണ്. ഇനി കറക്റ്റായിട്ടുള്ളത് വായിക്കാം. ഗ്രാനൈറ്റിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് നൈസ്. പിന്നെ ചുണ്ണാമ്പ് കല്ലിൽ നിന്ന് മാർബിൾ, ഷെയിൽ നിന്ന് സ്ലേറ്റ്. കളിമണ്ണെന്നും സ്ലേറ്റ് തന്നെയാണ്. കളിമണ്ണ് ഷെയിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് സ്ലേറ്റ്. പിന്നെ ഇതിലില്ലാത്ത എക്സ്ട്രാ വരുന്നതാണ് കുറച്ച്. ബസാൾട്ട് നിന്ന് ഫോം ചെയ്യുന്നതാണ് ഷിസ്റ്റ്. കൽക്കരിയിൽ നിന്ന് ഫോം ചെയ്യുന്നത് ഗ്രാഫൈറ്റ്. അപ്പോൾ ഗ്രാനൈറ്റ് നൈസ്. മണൽക്കല്ലിൽ നിന്ന് ഫോം ചെയ്യുന്നത് ക്വാർട്സൈറ്റ്. ചുണ്ണാമ്പുകല്ലിൽ നിന്ന് ഫോം ചെയ്യുന്നത് മാർബിൾ. കളിമണ്ണ്, ഷെയിൽ എന്നിവയിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് സ്ലേറ്റ്. കൽക്കരിയിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ഗ്രാഫൈറ്റ്. ബസാൾട്ട് നിന്ന് ഫോം ചെയ്യുന്നതാണ് ഷിസ്റ്റ്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. പോളിക്കോണിക് ആണ് അതിൻ്റെ ആൻസർ. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എവറസ്റ്റ് ഡേറ്റയും പോളിക്കോണിക് പ്രൊജക്ഷനും. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അവരുടെ ഉപയോഗത്തിനായിട്ട് സർവേ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന മാപ്പുകളിനെ പറയുന്നതാണ് ഓപ്പൺ സീരീസ് മാപ്പുകൾ എന്ന്. OSM എന്ന് പറയും, ഓപ്പൺ സീരീസ് മാപ്പുകൾ. ഇത് തയ്യാറാക്കുന്ന സ്കെയിലുകൾ എന്ന് വെച്ചാൽ 1:2,80,000, പിന്നെ 1:50,000, 1:25,000 അങ്ങനെയുള്ള സ്കെയിലുകളിലാണ് ഈ ഓപ്പൺ സീരീസ് മാപ്പുകൾ തയ്യാറാക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലാണ് സർവേ ഓഫ് ഇന്ത്യ മാപ്പുകൾ അച്ചടിക്കുന്നത്. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എവറസ്റ്റ് ഡേറ്റയും പോളിക്കോണിക് പ്രൊജക്ഷനുമാണ്.